ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നും 50 സ്റ്റുഡൻസ് ഒക്കെ ഉള്ളല്ലോ. എക്സാം ഉള്ള ദിവസമാണോ? ഹലോ, ആരും കേൾക്കുന്നില്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. സാജിദ് ഉണ്ടോ? സാജിദ് ഗുഡ് മോർണിംഗ്. സാജിദ് ഉണ്ടോ? സാജിദ് ഇല്ലേ? ഇല്ല സാർ, സാധ്യതയില്ല. സാജിദിന് എന്താ പറ്റി? ഇന്നലെ കണ്ടില്ലല്ലോ. അയ്യോ, സെമിനാറിന്റെ കാര്യമാണെന്ന് തോന്നുന്നു സാർ. പ്രസന്റേഷന്റെ. ഓക്കെ 54. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂളിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റ്സ് നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഏതൊക്കെ പോർഷനിൽ റീഇൻഫോഴ്സ്മെന്റ്സ് യൂസ് ചെയ്യും ഒരു ബിൽഡിങ്ങിൽ? ഏതൊക്കെ പോർഷൻസിൽ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യും? അതും അറിയില്ല ആർക്കും? RCC ഒക്കെ പഠിച്ചല്ലേ? എവിടെയൊക്കെയാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്ത് റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യുന്നത്? അനന്യ, നമ്പർ 13. റോൾ നമ്പർ 13, അനന്യ. അനന്യൊന്നും ഇല്ലയോ ക്ലാസ്സിലോ? ഷിഫാൻ, നമ്പർ 55. ഷിഫാൻ. ഹലോ സാർ. ഷിഫാൻ, നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൽ? കോളത്തിൽ യൂസ് ചെയ്യും. പിന്നെ സ്ലാബ്, റൂഫ് സ്ലാബിന് യൂസ് ചെയ്യും. പിന്നെ സ്ലാബിൽ യൂസ് ചെയ്യും. പിന്നെ ബീം. കോളം പറയുമ്പോൾ ബീം പറയാമല്ലോ. ബീം. അപ്പോ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഫ്രെയിംഡ് സ്ട്രക്ചറിൽ കോളവും സ്ലാബും ബീമും എല്ലാം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് റീഇൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. ആ റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അറിയണം. അപ്പൊ അതാണ് ആദ്യം പറയുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. നമുക്ക് ഡിഫറെന്റ് ബാർസിന്റെ ഡയമെൻഷൻസ് അറിയാം. 8 mm ബാർ, 10 mm ബാർ, 12 mm ബാർ, 16 mm ബാർ. അങ്ങനെ ഡിഫറെന്റ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ഓഫ് ബാർസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാർസിന്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1 മീറ്റർ ലെങ്തിന്റെ വെയിറ്റ് ആണ് നമ്മൾ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 മീറ്റർ ലെങ്തിന്റെ വെയിറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ, അങ്ങനെയാണ് അതിന്റെ വെയിറ്റ് പറയുന്നത്. ഒരു 5 mm ബാറിന്റെ 5 mm ബാറിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് d² ഡിവൈഡഡ് ബൈ 162. d²/162. അപ്പൊ അതിനകത്ത് ഡി എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ബാർ ആണ്. ഡി സ്റ്റാൻഡ്സ് ഫോർ ഡയമീറ്റർ ഓഫ് ബാർ. അപ്പൊ നമ്മുടെ ഡയമീറ്റർ എത്രയാണ്? 5 ആണ്. അപ്പോ 5² ഡിവൈഡഡ് ബൈ 162 and is equal to 0.154. 0.16 എടുക്കാറുണ്ട്. അപ്പോ ഒരു 10 mm ബാറിന്റെ
വെയിറ്റ് എത്രയാണെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 10 mm ബാറിന്റെ വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 എത്ര കിട്ടും? ആൻസർ ഒന്ന് പറയാമോ? 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. Ten square divided by 162. 0.617. 0.617. നമുക്ക് വേണമെങ്കിൽ 0.62 കിലോഗ്രാം 0.62 കിലോഗ്രാം പെർ മീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം പെർ റണ്ണിങ് മീറ്റർ എന്ന് കൊടുക്കാറുണ്ട്. സോ ഒരു മീറ്റർ ലെങ്തില് 10 mm ബാറിന്റെ വെയിറ്റ് ആണ് 0.62. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഡയമെൻഷൻസ് എല്ലാം പഠിച്ചു വെക്കണം. അല്ലെങ്കിൽ ഇത് കണക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, d² ഡിവൈഡഡ് ബൈ 162. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എല്ലാ ബാർസിന്റെയും വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു മീറ്റർ ലെങ്തിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഞാൻ ഒരു ചാർട്ട് കാണിച്ചു തരാം. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാവുന്നത് കൊണ്ട് d² ഡിവൈഡഡ് ബൈ 162 എന്നുള്ള വാല്യൂ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ബാർ ബെൻഡിങ് ഷെഡ്യൂള് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് നമ്മുടെ ഓരോ ബാർസിന്റെയും വെയിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കേണ്ടത്. നമുക്ക് ബാർസിന്റെ ഡയമീറ്റേഴ്സ് അറിയായിരിക്കും. ആ ഡയമീറ്റർ വെച്ച് ഒരു മീറ്റർ ലെങ്തിലുള്ള വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. See, ഇതാണ്ടേ size and weight of mild steel. ഇപ്പോൾ 5 mm സൈസ് ആണെങ്കിൽ അതിന്റെ വെയിറ്റ് ആണ് 0.16 കിലോഗ്രാം പെർ റണ്ണിങ് മീറ്റർ. ഇപ്പോൾ 5, 6, 8 അങ്ങനെ ഓരോ സൈസിന്റെയും വെയിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, താഴത്തെ റോയിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് d² ഡിവൈഡഡ് ബൈ 162 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി ഒരിക്കലും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ബാർസ് ആയിട്ട് ഇടാറില്ല. റീഇൻഫോഴ്സ്മെന്റ് ലേ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ടല്ല റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്മെന്റിന്റെ രണ്ട് എൻഡിലും ഇത് കണക്ക് ഹുക്സ് പ്രൊവൈഡ് ചെയ്യും. സർക്കുലർ ഹൂക്ക് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹൂക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഒരു സർക്കുലർ ഹൂക്കാണ്. ഈ സർക്കുലർ ഹൂക്കിന്റെ ലെങ്ത് പറയുന്നത് 9 ടൈംസ് ഡയമീറ്റർ ഓഫ് ബാർ. സർക്കുലർ ഹൂക്ക് ദാണ്ടേ ഈ സർക്കുലർ പോർഷൻ ഇത്രയും നമുക്ക് കറക്റ്റ് ഹൊറിസോണ്ടൽ ലെങ്ത് ആണ്. അതിന് നമുക്ക് L1 എന്ന് കൊടുക്കാം. ഇനി ഒരു ഹൂക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 9 ടൈംസ് ഡയമീറ്റർ. അപ്പോ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ബാർ ഇൻ മീറ്റേഴ്സ്. യൂണിറ്റ് ഓർത്തോണം, ഡയമീറ്റർ ഓഫ് ബാർ ഇൻ മീറ്റേഴ്സ് ആണ് D. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ എങ്ങനെ വരും? നമുക്ക് എന്തായാലും ഒരിക്കലും നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യില്ല. അതിന്റെ രണ്ട് എൻഡിലും രണ്ട് ഹൂക്സ് പ്രൊവൈഡ് ചെയ്യും. ആ ഹൂക്കിന്റെ ലെങ്ത് ആണ് 9D, 9 ടൈംസ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ D എന്ന് പറയുന്ന വാല്യൂ ഡയമീറ്റർ ഓഫ് ബാർ ആണ്, ഡയമീറ്റർ ഓഫ് ബാർ ഇൻ മീറ്റേഴ്സ്. അപ്പൊ ടോട്ടൽ ലെങ്ത്, ഇപ്പൊ ഈ ഒരു ബാറിന്റെ ടോട്ടൽ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു, നമുക്ക് എത്ര ഹൂക്ക് ഉണ്ട് ഒരു ബാറിൽ? ഒരു ബാറിൽ 2 ഹൂക്ക് ഉണ്ട്. അപ്പൊ ടോട്ടൽ ലെങ്ത് എങ്ങനെ എത്ര കിട്ടും എന്ന് പറഞ്ഞേ? കമന്റ് ചെയ്യും നിങ്ങൾ. ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറഞ്ഞേ. ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ ഈസ് ഈക്വൽ ടു ആൻസർ പറ. Total length of bar.
L1 plus 90 plus 90. So, okay, L1 plus 90 plus 90. അല്ലെങ്കിൽ L1 plus 2 times 90. ഓക്കെ, ഇപ്പൊ സർക്കുലാർ ഹൂക്ക് എപ്പോഴും സർക്കുലാർ ഹൂക്ക് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ L1 plus 2 into 9 times diameter. 2 into 9 times diameter. ഇനി നമുക്ക് ചില കേസിൽ റെക്ടാങ്കുലർ ഹൂക്ക് പ്രൊവൈഡ് ചെയ്യും. റെക്ടാങ്കുലർ ഹൂക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. റെക്ടാങ്കുലർ ഹൂക്ക് ഈ രണ്ട് എൻഡിലും ഇത് കണക്കൊരു റെക്ടാങ്കുലർ ഹൂക്ക് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സർക്കുലർ ഹൂക്ക് ആണെങ്കിൽ സർക്കുലർ ഹൂക്കിന്റെ ലെങ്ത് 9 times ഡയമീറ്റർ ആണ്. പക്ഷേ റെക്ടാങ്കുലർ ഹൂക്ക് ആണെങ്കിൽ റെക്ടാങ്കുലർ ഹൂക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 times diameter, where d is the diameter of bar in meters. അപ്പോൾ റെക്ടാങ്കുലർ ഹൂക്ക് ആണെങ്കിൽ റെക്ടാങ്കുലർ ഹൂക്കിന്റെ ലെങ്ത് 6 times diameter. 6 times diameter. അപ്പോൾ ഹൂക്ക് ഏതാണ് ക്വസ്റ്റ്യന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യണം. സർക്കുലർ ഹൂക്ക് ആണോ റെക്ടാങ്കുലർ ഹൂക്ക് ആണോ എന്ന് നോക്കണം. അപ്പോൾ ഹൂക്സ് പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കാറില്ല. ഇനി ഒരു ബാറിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാമോ? നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ലെങ്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആൻസർ എന്ന് പറഞ്ഞേ, ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ലെങ്ത്. ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ലെങ്ത് എത്രയാ? ആർക്കും അറിയില്ല. ഒരു 12 മീറ്റർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മാക്സിമം ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 മീറ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു 15 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്പാൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുവാണ്. അപ്പൊ 15 മീറ്റർ ലെങ്തിലുള്ള സ്പാൻ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു റീഇൻഫോഴ്സ്മെന്റ് 12 മീറ്ററേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, അടുത്തൊരു റീഇൻഫോഴ്സ്മെന്റും കൂടി പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോർഷനിൽ 2 റീഇൻഫോഴ്സ്മെന്റും കൂടി തമ്മിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് ഈ മീറ്റിംഗ് പോയിന്റ്, കുറച്ച് പോയിന്റ് ഇങ്ങനെ മീറ്റ് ചെയ്ത് നിൽക്കും. അതിനെയാണ് ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ലാപ്പ് ലെങ്ത്. ആൻഡ് ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത് 40 times diameter. 40 times diameter. അപ്പോൾ നമുക്ക് റീറ്റെയിനിങ് വാളിന്റെ ഒക്കെ ഡിസൈനിങ് പഠിക്കാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ റീറ്റെയിനിങ് വാളിന്റെ ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ നേരത്ത് റീറ്റെയിനിങ് വാളിന്റെ ലെങ്ത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അവിടെ ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് റീഇൻഫോഴ്സ്മെന്റിന്റെ ലാപ്പ് ലെങ്ത് അത്യാവശ്യമാണ്. 12 മീറ്റർ ആണ് മാക്സിമം ഒരു റീഇൻഫോഴ്സ്മെന്റ് നീളം. അപ്പോൾ 2 റീഇൻഫോഴ്സ്മെന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വെക്കേണ്ടതാണ് ലാപ്പ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലാപ്പ് ലെങ്ത് 40 times diameter. 40 times diameter. അപ്പൊ ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞത് സർക്കുലർ ഹൂക്ക് ആയിരുന്നു. സർക്കുലർ ഹൂക്കിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ 9 times diameter. ഇനി റെക്ടാങ്കുലർ ഹൂക്ക് പറഞ്ഞു, റെക്ടാങ്കുലർ ഹൂക്കിന്റെ ലെങ്ത് 6 times diameter. ഇനി ലാപ്പ് ലെങ്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ലെങ്ത് പറഞ്ഞു. ഓവർലാപ്പിംഗ് ലെങ്ത് 40 times diameter. ഇവിടെ ഡയമീറ്റർ എടുക്കുന്നത് മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. ഇനി അടുത്തതാണ് ക്രാങ്ക്ഡ് ബാസ്. എന്തായിരുന്നു ക്രാങ്ക്ഡ് ബാസ് എന്ന് ഓർക്കുന്നുണ്ടോ? ക്രാങ്ക്ഡ് ബാസ് ഈ വരച്ചിരിക്കുന്നതാണ് ക്രാങ്ക്ഡ് ബാർ. ക്രാങ്ക്ഡ് ബാർ എന്തിനാ ക്രാങ്ക്ഡ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാമോ? ക്രാങ്ക്ഡ് ബാസ് എല്ലാം പഠിച്ചേ നിങ്ങൾ. ക്രാങ്ക്ഡ് ബാസ് എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തിനാ ക്രാങ്ക്ഡ് ബാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. അറിയത്തില്ലെങ്കിൽ ആൻസർ ഞാൻ പറഞ്ഞുതരാം. പഠിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഈ ക്രാങ്ക്ഡ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ക്രാങ്ക്ഡ് ബാസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്?
സ്ലാബിലല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്? ആ സ്ലാബിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ സ്ലാബില് ക്രാങ്ക്ഡ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്? കംപ്രസീവ് സ്ട്രെസ്സിന് വേണ്ടിയിട്ടല്ല. മൊമെന്റ്, ഹോഗിങ് മൊമെന്റ്, സാഗിങ് മൊമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹോഗിങ് മൊമെന്റ്, സാഗിങ് മൊമെന്റ്, മൊമെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹോഗിങ് മൊമെന്റ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രാങ്ക്ഡ് ബാർസ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെന്റ് എന്ന് വെച്ചാൽ ബീം അപ്വേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യും. ആ ബെൻഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രാങ്ക്ഡ് ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രാങ്ക്ഡ് ബാർസ്. ഇനി ഈ ക്രാങ്ക്ഡ് ബാർസിന്റെ ആംഗിള് നമ്മൾ യൂഷ്വലി 45 ഡിഗ്രി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യൂഷ്വലി 45 ഡിഗ്രീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 30 ഡിഗ്രീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കണം ക്രാങ്ക്ഡ് ബാറിന്റെ ആംഗിൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 45 ഡിഗ്രിയോ 30 ഡിഗ്രിയോ ആയിരിക്കും യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് ക്രാങ്ക്ഡ് ബാർസിന്റെ ആംഗിൾ. ഇനി ഈ ക്രാങ്ക്ഡ് ബാർസിനകത്ത് ചില ക്വസ്റ്റ്യൻസിനകത്തൊന്നും ഈ ബെൻഡിങ്ങിന്റെ ലെങ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഫുൾ ലെങ്ത് ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കുക. ഈ ഫുൾ ലെങ്ത്, ഇവിടെ ഒരു ഹൂക്ക് ഉണ്ട്, സർക്കുലർ ഹൂക്ക് ഉണ്ട്. ആ സർക്കുലർ ഹൂക്ക് എക്സ്ക്ലൂഡിങ് ആണ് ലെങ്ത്. സർക്കുലർ ഹൂക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സർക്കുലർ ഹൂക്കിന്റെ ലെങ്ത് എന്ന് വെച്ചാൽ 9 ടൈംസ് ഡയമീറ്റർ. ആ സർക്കുലർ ഹൂക്ക് ഇൻക്ലൂഡ് ചെയ്തില്ല, ബാക്കിയാണ് ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തിരിക്കുന്നത്. വായിച്ചേക്കാം. സർക്കുലർ ഹൂക്ക് ഇല്ല, സർക്കുലർ ഹൂക്ക് ഇല്ല, ടോട്ടൽ ലെങ്ത് ക്യാപിറ്റൽ എൽ. അപ്പോൾ ഇതിനകത്ത് ഈ ബെൻഡിങ്ങിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ വി ക്യാൻ അസ്യൂം ടു L/4 to L/5. L/4 to L/5 ലെങ്ത് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. L/4 to L/5 ഇതിനിടയിലുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ക്രാങ്കിന്റെ ലെങ്ത് കൊടുക്കാറില്ല. ഇനി ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രാങ്ക്ഡ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ലെങ്ത് ഓഫ് ക്രാങ്ക്ഡ് ബാർ. ഇപ്പോൾ ഈ ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താ? ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലെങ്ത് മാത്രമാണ് ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിനകത്ത് ഈ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ലെങ്തും കൂടി കൺസിഡർ ചെയ്യും. അപ്പോൾ ആ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഇക്വേഷൻ നോട്ട് ചെയ്തോണം. നമുക്ക് എല്ലാ എക്സാംസിന് എല്ലാ പ്രോബ്ലത്തിനകത്തും ക്രാങ്ക്ഡ് ബാർസ് ഉണ്ടാകും. സോ ഇക്വേഷൻ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു L plus 2 into 0.42 d, small d, 0.42 d. സോ ഇവിടെ d എന്ന് വെച്ചാൽ ഡെപ്ത് ആണ്. ഈ ലെങ്ത് ആണ് d എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിലാണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ക്രാങ്ക്ഡ് ബാർ, ഇപ്പോൾ ഈ ബെൻഡ് ചെയ്ത ബാറിന്റെ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു L plus 2 into 0.42 into d, where d is the depth. ഈ ഡെപ്ത് അല്ലെങ്കിൽ ഈ ഹൈറ്റ് ആണ് സ്മോൾ d ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? 45 ഡിഗ്രി ക്രാങ്ക്ഡ് വരുന്നതിന്റെ ലെങ്ത് ആണ്, ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് ആണ് ക്യാപിറ്റൽ എൽ. ടോട്ടൽ ഈ ഹൊറിസോണ്ടൽ ലെങ്ത് പ്ലസ് 2 times 0.42 into d. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ഒരു ഇക്വേഷൻ കൂടി പഠിക്കാനുള്ളൂ ക്രാങ്ക്ഡ് ബാറിനകത്ത്. അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 45 ഡിഗ്രിക്ക് പകരം 30 ഡിഗ്രി വരും ചില കേസിൽ. ഈ ക്രാങ്ക്ഡിന്റെ ആംഗിൾ 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ രണ്ട് ക്രാങ്ക്ഡും 30 ഡിഗ്രി ആയിരിക്കും. ഒരെണ്ണം 30 ഒരെണ്ണം 45 വരത്തില്ല, രണ്ടും 30 ഡിഗ്രി. സോ രണ്ടും 30 ഡിഗ്രി വരുവാണെങ്കിൽ ഇക്വേഷനകത്തുള്ള ചേഞ്ച് എന്ന് പറയുന്നത് L plus 2 into 0.27 into d. 0.27 ആണ് വരുന്നത്. 0.27 d. അപ്പോൾ L is total length is equal to capital L plus 2 into 0.27 into d. Cranked bar.
അപ്പോൾ 2 ഇക്വേഷനും പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് ചില സമയങ്ങളിൽ യൂണിവേഴ്സിറ്റി എക്സാമിനകത്ത് ക്വസ്റ്റിനകത്ത് ക്രാങ്കിന്റെ ആംഗിൾ ക്വസ്റ്റിനിൽ തരത്തില്ല. അപ്പോൾ ക്രാങ്കിന്റെ ആംഗിൾ ക്വസ്റ്റിന് തന്നിട്ടില്ല എങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് 45 ഡിഗ്രി. അപ്പൊ നിങ്ങൾ ആ റിമാർക്ക് കോളത്തിൽ എഴുതണം, നിങ്ങൾ അസ്യൂം ചെയ്തിരിക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് എഴുതണം. എന്നിട്ട് വേണം ടോട്ടൽ ലെങ്തിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ അസ്യൂം ചെയ്തിരിക്കുന്നത്, യൂഷ്വലി നമ്മൾ എടുക്കുന്നത് 45 ഡിഗ്രി, ആംഗിൾ തന്നിട്ടില്ല എങ്കിൽ 45 ഡിഗ്രി വെച്ചിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ 45 ഡിഗ്രി ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ L + 2 × 0.42 × d എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പം ഇവിടെ d എന്ന് പറയുന്നത് ഡെപ്ത് ആണ്. അല്ലാതെ നമ്മൾ നേരത്തെ സർക്കുലർ ഹൂക്കിന്റെ ഒക്കെ എടുത്തത് 9 ടൈംസ് ഡയമീറ്റർ ആണ് എടുത്തത്. അത് മാറിപ്പോകാതെ നോക്കണം. അപ്പോൾ ക്രാങ്ക് ബാർ. ഇനി നമുക്കൊരു സാധനം കൂടി പഠിക്കാനുണ്ട് ഇതിനകത്ത്, സ്റ്റിറപ്സ്. സ്റ്റിറപ്സ് എന്താന്ന് ഓർക്കുന്നില്ല എല്ലാവരും? എന്തായിരുന്നു സ്റ്റിറപ്സ്? സ്റ്റിറപ്സ് എന്ന് വെച്ചാൽ എന്താ? സ്റ്റിറപ്സ് ഈ 2 റീഇൻഫോഴ്സ്മെന്റിനെ, മുകളിലും താഴെയുള്ള റീഇൻഫോഴ്സ്മെന്റിനെ കണക്ട് ചെയ്യാൻ നമ്മളൊരു ചെറിയ റീഇൻഫോഴ്സ്മെന്റ്സ് യൂസ് ചെയ്യും. അതാണ് സ്റ്റിറപ്സ് എന്ന് പറയുന്നത്. സ്റ്റിറപ്സ്. അപ്പോൾ സ്റ്റിറപ്സ് നമ്മൾ അതിന്റെ ക്രോസ് സെക്ഷൻ ഒക്കെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. സ്റ്റിറപ്സ് ഇവിടെ ആ ലെങ്ത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോർഷൻ ഉണ്ടാവും. സോ ആ ലെങ്ത് എടുക്കുന്നത് 24 ടൈംസ് ഡയമീറ്റർ. 24 ടൈംസ് ഡയമീറ്റർ ആയിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ സ്റ്റിറപ്സിന്റെ ആ വയേഴ്സ് അല്ലെങ്കിൽ ആ റീഇൻഫോഴ്സ്മെന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ആ മീറ്റിംഗ് ലെങ്ത് നമ്മൾ എടുക്കുന്നത് 24 ടൈംസ് ഡയമീറ്റർ, അല്ലെങ്കിൽ എക്സ്ട്രാ ലെങ്ത് ഫോർ സ്റ്റിറപ്പ് ഈസ് ഈക്വൽ ടു 24 ടൈംസ് ഡയമീറ്റർ. 24 d എന്ന് വെച്ചാൽ ഡയമീറ്റർ ആണ്. 24 ടൈംസ് ഡയമീറ്റർ. എക്സ്ട്രാ ലെങ്ത് ഫോർ സ്റ്റിറപ്സ്, എക്സ്ട്രാ ലെങ്ത് ഫോർ സ്റ്റിറപ്സ് is equal to 24 times diameter, where d is the diameter of bar in meters. ഇനി നമ്പർ ഓഫ് സ്റ്റിറപ്സ്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു, ഫോർ എക്സാമ്പിൾ, ഒരു ബീം ഉണ്ട്. ആ ബീമിന്റെ ലെങ്ത് 10 meters ആണ്. ആ ബീമിനകത്ത് നമ്മൾ 5 സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ സ്പേസിംഗിലാണ് സ്റ്റിറപ്സ് കൊടുക്കുന്നതെന്ന് ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിറപ്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിറപ്സ് ഇസ് ഈക്വൽ ടു സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിറപ്സ്, ഒരു ബീമിൽ അല്ലെങ്കിൽ സ്ലാബിലുള്ള അല്ലെങ്കിൽ കോളത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിറപ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1. സ്പാൻ ഡിവൈഡഡ് ബൈ സ്പേസിംഗ് പ്ലസ് 1. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തൊരു തിയറി പോലെ പഠിക്കാനുള്ളത്. ഇനി പ്രോബ്ലംസ് നോക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാം. ആർക്കും ഡൗട്ടൊന്നുമില്ല? സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇതിനകത്ത് ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
സോ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഫോർ ദ RCC lintel shown in figure. Assume bearing of the lintel as 15 centimeter on the wall on each side. Assume cover 25 mm and degree of bend 45 degree. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഒരു ലിന്റൽ ആണെന്ന് പറയുന്നുണ്ട്, ഒരു ലിന്റൽ. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പണിങ്ങിന്റെ ലെങ്ത്, ഇപ്പോൾ ലിന്റൽ എന്ന് പറയുമ്പോൾ ഡോറോ വിൻഡോ ഓപ്പണിംഗ് ആയിരിക്കാം, ആ ഓപ്പണിങ്ങിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ലിന്റലിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 1.3 മീറ്റർ. ലിന്റലിന്റെ ലെങ്ത് 1.3 മീറ്റർ. ഇനി ഇതിനകത്ത് നമുക്ക് എ എന്ന് പറഞ്ഞൊരു ബാർ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ 2 നമ്പർ 10 mm ഡയാ ബാർ. അപ്പൊ താഴെ ഉള്ളത് 2 ബാർ ഉണ്ട്, 10 mm ഡയാ ബാർ ആണ്, 2 നമ്പർ 10 mm ഡയാ ബാർ. പിന്നെ ബി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 2 നമ്പർ 10 mm ഡയ ക്രാങ്ക്ഡ് ബാർ. അപ്പോ 2 നമ്പർ ഓഫ് ക്രാങ്ക്ഡ് ബാർ ഉണ്ട്, 2 നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ബാർസ് ഉണ്ട്. അപ്പോ എ എന്ന് പറഞ്ഞത് ബോട്ടത്തിലുള്ള സ്ട്രെയിറ്റ് ബാർസ് ആണ്. ഈ സി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് 2 നമ്പർ 10 mm ഹാങ്ങർ ബാർ. അപ്പൊ ഹാങ്ങർ ബാർ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്, 2 നമ്പർ ഹാങ്ങർ ബാർ ഉണ്ട് ടോപ്പ് സർഫസിൽ. ഇനി ഡി കൊടുത്തിരിക്കുന്നത് 6 numbers of 6 mm diameter stirrups. അപ്പോൾ 6 number of 6 mm diameter stirrups. അപ്പൊ ടോട്ടൽ നമുക്കുള്ളത് 4 ടൈപ്പ് ബാർ ആണ് ക്വസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? നമുക്ക് തന്നിരിക്കുന്നത് ഒരു ലിന്റൽ ആണ്, ആ ലിന്റലിന്റെ ലെങ്ത് 1.3 മീറ്റേഴ്സ് ആണ്. അതെല്ലാം ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇനി ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്നത് 10 mm ബാറും ഉണ്ട്, 6 mm ബാറും ഉണ്ട്. അപ്പൊ ഫസ്റ്റിലെ തന്നെ വെയിറ്റ് ഓഫ് 10 mm ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, എന്താണ്? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. ഡിയുടെ വാല്യൂ 10 ആണ്. 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 is equal to 0.617 kilogram per running meter. അത് കണക്കിന് വെയിറ്റ് ഓഫ് 6 mm ബാർ ആകുമ്പോൾ 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 is equal to 0.222 kilogram per running meters. അപ്പോൾ ആദ്യമേ നമുക്ക് എത്ര നമ്മുടെ ഡയമീറ്റർ വെച്ചിട്ട് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 0.222 kilogram per running meters. ഇനി നമുക്ക് വേണ്ടത് ഈ ലിന്റലിനകത്ത് എത്ര കിലോ 6 mm ബാർ വേണം, എത്ര കിലോ 10 mm ബാർ വേണം എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ ക്വാണ്ടിറ്റീസ് ആവെങ്കിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു, റീഇൻഫോഴ്സ്മെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ കിലോഗ്രാംസിലായിരിക്കാം അല്ലെങ്കിൽ ക്വിന്റൽസിലായിരിക്കാം. ഇപ്പൊ നമുക്കൊരു ലിന്റൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് കിലോഗ്രാമിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എത്ര കിലോഗ്രാം 10 mm ബാർ വേണം ഈ ലിന്റൽ കൺസ്ട്രക്ട് ചെയ്യാൻ, അതേ കണക്ക് തന്നെ എത്ര കിലോഗ്രാം 6 mm ബാർ വേണം ഈ ലിന്റൽ കൺസ്ട്രക്ട് ചെയ്യാൻ. അത്രയും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ കൊടുത്തിരിക്കും ഇവിടെ ഒരു ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഫിഗറും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ക്രോസ് സെക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് അറിയാം നമുക്ക് ഇതിന്റെ ബ്രെഡ്ത്ത് 30 ആണ്, ഹൈറ്റ് 15 ആണ്. അപ്പൊ ബ്രെഡ്ത്തും ഡെപ്തും ആണ് ക്രോസ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്, 30 and 15. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ടാബുലർ കോളം വരയ്ക്കണം. അപ്പൊ ടാബുലർ കോളത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? ഇതാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ ടാബുലർ കോളം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് റോ ആണ് ബാർ മാർക്ക്. ബാർ മാർക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഇതിനകത്തുള്ള ബാർ മാർക്ക് എന്ന് വെച്ചാൽ എ ബി സി ഡി എന്നാണ് നമുക്ക് 4 ബാർസ് കൊടുത്തിരുന്നത്. അപ്പൊ അതാണ് ബാർ മാർക്കായിട്ട് കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡ് റോയിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് കോളം, റോ അല്ല സെക്കൻഡ് കോളത്തില് ഡയമീറ്റർ ഓഫ് ബാർ, തേർഡ് കോളത്തില് ഷേപ്പ് ആൻഡ് ബെൻഡിങ് ഡയമെൻഷൻ, ഫോർത്തില് ലെങ്ത് ഓഫ് ബാർ, ഫിഫ്തില് നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ബാർ, നെക്സ്റ്റ് കോളം ടോട്ടൽ ലെങ്ത്, നെക്സ്റ്റ് വെയിറ്റ്, ടോട്ടൽ വെയിറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. സോ അത് വരച്ച് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ടാബുലർ കോളം വരയ്ക്കുവാണ്. ടാബുലർ കോളം
ടാബുലർ കോളത്തിൽ ഫസ്റ്റ് വൺ ബാർ മാർക്ക്. നമുക്ക് 4 ടൈപ്പ് ബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? ഫിഗർ കാണിച്ചു തരാം. സോ ദാണ്ടെ എ ബാർ 2 numbers 10 mm ഡയ ബാർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? എ ബാർ 2 numbers 10 mm ഡയ ബാർ, ബി 2 numbers 10 mm cranked ബാർ, പിന്നെ സി 2 numbers 10 mm hanger ബാർ, ഡി 6 mm stirrups. അപ്പോൾ ടാബുലർ കോളം വരച്ചിട്ട് നമുക്ക് ബാർ മാർക്ക് എ ബാർ, പിന്നെ നെക്സ്റ്റ് ബി, അത് കഴിഞ്ഞ് സി ആൻഡ് നെക്സ്റ്റ് വൺ ഡി. സോ ഫസ്റ്റ് ബാർ മാർക്ക് വരച്ചു, ബാർ മാർക്ക് എ ബി സി ഡി. ഈ സെക്കൻഡ് വൺ എന്തായിരുന്നു പറയുന്നത്? സെക്കൻഡ് വൺ ഡയമീറ്റർ ഓഫ് ബാർ. ഡയമീറ്റർ. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എ ബി സി ഡി ഇതിന്റെയൊക്കെ ഡയമീറ്റർ എത്രയാന്ന് നോക്കണം. അപ്പോൾ ഡയമീറ്റർ കൊടുത്തിരുന്നത് എത്രയൊക്കെയായിരുന്നു? എ ബാറിന്റെ ഡയമീറ്റർ എത്രയാ? 10 mm. എ 10 mm, ബി 10 mm, സി 10 mm. 10 mm and D 6 mm. 6 mm. So അപ്പോൾ ബാർ മാർക്ക് എഴുതി, ഓരോ ടൈപ്പ് ബാർ മാർക്കിന്റെയും ഡയമീറ്റർ എഴുതി. എ 10, ബി 10, സി 10 ആൻഡ് ഡി 6 mm. ഇനി അടുത്തത് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അടുത്തത് നമ്മൾ ഷേപ്പ് ആൻഡ് ബെൻഡിങ് ഡയമെൻഷൻ. അപ്പോൾ ഷേപ്പ് ആൻഡ് ബെൻഡിങ് ഡയമെൻഷൻ എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ബാറിന്റെ ഷേപ്പ് നമ്മളിവിടെ വരയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് ബാർ എന്ന് വെച്ചാൽ എ ടൈപ്പ് ബാർ. എ ടൈപ്പ് ബാർ എന്ന് പറയുന്നത് ഏറ്റവും ബേസിൽ പ്രൊവൈഡ് ചെയ്തിരുന്ന ബാർ ആയിരുന്നു. എ ടൈപ്പ് ബാർ ഫിഗർ നോക്കിക്കേ, കണ്ടോ? എ ടൈപ്പ് ബാർ എന്ന് പറയുമ്പോൾ ഈ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാറാണ്. ബി ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്രാങ്ക് ചെയ്ത ബാറാണ്. സി എന്ന് പറഞ്ഞാൽ ഹാങ്ങർ ബാർ ആണ്. ഡി എന്ന് പറയുന്നത് സ്റ്റിറപ്സ് ആണ്. ഡി എന്ന് പറയുമ്പോൾ സ്റ്റിറപ്സ്. അപ്പോൾ ഈ ഫിഗേഴ്സ് ആണ് തേർഡ് കോളത്തിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എ ടൈപ്പ് ബാർ വരയ്ക്കുവാണ്. അപ്പോൾ എ ടൈപ്പ് ബാർ ഇങ്ങനെ ബേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാർ ആയിരുന്നു. ബി ടൈപ്പ് ബാർ എന്ന് പറയുമ്പോൾ ക്രാങ്ക്ഡ് ബാർ ആണ്. ക്രാങ്ക്ഡ് ബാർ. സി ടൈപ്പ് ബാർ എന്ന് പറയുമ്പോൾ ഹാങ്ങർ ബാർ ഇങ്ങനെയൊക്കെ ഹാങ്ങർ ബാർ കിടക്കുന്നത്. ഇനി ഡി ടൈപ്പ് ബാർ എന്ന് പറയുമ്പോൾ സ്റ്റിറപ്സും വരച്ചു. ഇനി അടുത്തതാണ് ലെങ്ത് ഓഫ് ബാർ. അപ്പോൾ ഓരോ ബാറിന്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റാസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലിയർ ആയിരുന്നില്ല എങ്കിൽ ചോദിക്കണം. സോ ഇതായിരുന്നു ലിന്റൽ. ഈ ലിന്റലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ലിന്റലിന്റെ ടോട്ടൽ ലെങ്ത് എത്ര ആയിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ലിന്റലിന്റെ ടോട്ടൽ ലെങ്ത് പ്ലാനിൽ കാണിച്ചു തന്നല്ല, സെക്ഷനിൽ കാണിച്ചു തന്നായിരുന്നു. ലിന്റലിന്റെ ലെങ്ത് 1.3 മീറ്റേഴ്സ് ആണ് ലിന്റലിന്റെ ലെങ്ത്. 1.3 മീറ്റേഴ്സ്. ഇനി നമ്മൾ ആദ്യം എ ടൈപ്പ് ബാറിന്റെ ലെങ്ത് എടുക്കാൻ പോവാണ്. നമ്മുടെ പ്ലാനിൽ ഇങ്ങനെ വരച്ചിട്ടേ ഉള്ളൂ.
ഇനി ക്വസ്റ്റിനകത്ത് കുറച്ച് ഡേറ്റാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിൻഡലിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നോക്കിക്കേ. സോ ലിൻഡലിന്റെ ലെങ്ത് 1.3 meters ആണ്. അപ്പൊ ഇതിനകത്ത് എ ടൈപ്പ് ബാർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അസ്യൂം കവർ 25 mm. ഒരിക്കലും റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യില്ല, എൻഡ് വരെ ഉണ്ടാകത്തില്ല. അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് കവർ എന്ന് പറയുന്നത്. അപ്പൊ കവർ 25 mm. ക്ലിയർ കവർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ക്ലിയർ കവർ 25 mm ആണെന്ന് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്റ്റൻസ് ക്ലിയർ കവർ 25 mm അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യല്ല, ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ട് ക്ലിയർ കവർ 25 mm. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് 25 mm, ഇവിടെയും 25 mm. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ബാർ കിട്ടും. ലെങ്ത് ഓഫ് ബാർ എങ്ങനെ കിട്ടും? ലെങ്ത് ഓഫ് ബാർ ഈസ് ഈക്വൽ ടു 1.3 meters ആണ്. 1.3 മൈനസ് 25 mm ആയിരുന്നു ക്ലിയർ കവർ. അപ്പൊ 25 mm മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യും? 25 into 10⁻3. രണ്ട് സൈഡിലും ക്ലിയർ കവർ ഉള്ളത് കൊണ്ട് ഇൻറ്റു 2 പ്ലസ് എന്തും കൂടി ചെയ്യണം. നമുക്ക് രണ്ട് സൈഡിലും രണ്ട് സർക്കുലർ ഹൂക്ക് ഉണ്ടായിരുന്നു. അപ്പൊ സർക്കുലർ ഹൂക്ക് ഉള്ളത് കൊണ്ട് രണ്ടെണ്ണം 2 into 9 times ഡയമീറ്റർ. ഡയമീറ്റർ 10 mm ആണ്. ഡയമീറ്റർ 10 mm. ആ 10 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 10⁻⁻3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് 8 ടൈപ്പ് ബാർ കിട്ടും. എത്ര വരും എന്ന് പറഞ്ഞേ? ലെങ്ത് ആൻസർ ഒന്ന് പറഞ്ഞേ. ആൻസർ ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. സോ ഞാൻ ആ ലെങ്ത് എടുക്കുന്ന ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും അത് ചെയ്യേണ്ടി വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലാബ്. സ്ലാബ് അല്ല, ലിൻറ്റൽ. ആ ലിൻറ്റലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.3 meters. 1.3 meters. ഇനി ഈ ലിൻറ്റലിന്റെ ഇത് ഇങ്ങനെയാണ് 8 ടൈപ്പ് ബാർ കൊടുത്തിരിക്കുന്നത്. 8 ടൈപ്പ് ബാർ ക്വസ്റ്റിനകത്ത് പറയും. നമുക്ക് എന്താ, ഈ 8 ടൈപ്പ് ബാറിന്റെ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ബാർസിന്റെ രണ്ട് എൻഡിൽ എന്തുണ്ട്? രണ്ട് സർക്കുലർ ഹൂക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കി കാണാം, രണ്ട് സർക്കുലർ ഹൂക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാക്കിയുള്ള ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്ലിയർ കവർ 25 mm ആണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം 25 mm ആണ് ക്ലിയർ കവർ. 25 mm ക്ലിയർ കവർ. ഇവിടെയും 25 mm. അപ്പൊ നമുക്ക് റിമൈനിങ് ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലെങ്ത്, ഈ ഫുൾ ലെങ്ത്, ക്ലിൻറ്റലിന്റെ ഫുൾ ലെങ്ത് ആയിരുന്നു 1.3. 1.3 മൈനസ് 25 എത്ര ടൈംസ് ഉണ്ട്? രണ്ട് സ്ഥലത്തുള്ളതുകൊണ്ട് 25 into 2. ഈ 25 എന്നുള്ളത് മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്ററിനെ
മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? 10⁻³ ഇനി എന്തും കൂടെ ആഡ് ചെയ്യണം. രണ്ട് സൈഡിലും രണ്ട് സർക്കുലാർ ഹൂക്ക് ഉണ്ട്. സർക്കുലാർ ഹൂക്കിന്റെ ലെങ്ത് എന്താ ചെയ്യണ്ടേ? ആഡ് ചെയ്യണ്ടേ. അപ്പൊ സർക്കുലാർ ഹൂക്കിന്റെ ലെങ്ത് ആഡ് ചെയ്യാൻ രണ്ട് സർക്കുലാർ ഹൂക്ക് ഉള്ളതുകൊണ്ട് 2 എന്ന് കൊടുത്തു, പ്ലസ് 9 ടൈംസ് ഡയമീറ്റർ. ഡയമീറ്ററിന്റെ വാല്യൂ എന്താ? 10 mm ആണ്. 10 mm എന്ത് ചെയ്തു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 10⁻³ അക്ഷയ ക്ലിയർ ആണോ? ഓക്കെ. ബാക്കി വേറെ ആർക്കെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? എന്നുവെച്ചാൽ നമുക്ക് എല്ലാ ക്വസ്റ്റിനകത്തും ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഏതൊരു പ്രോബ്ലം കിട്ടിയാലും അതിനകത്ത് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ചില ക്വസ്റ്റ്യൻസിനകത്തൊന്നും, ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്തൊന്നും ഈ കവറിന്റെ വാല്യൂ ഒന്നും ക്വസ്റ്റിന് കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് അസ്യൂം ചെയ്യുക. അസ്യൂം ഇറ്റ് ആസ് 25 mm. കേട്ടോ എല്ലാവരും? അപ്പോൾ തന്നിട്ടില്ല എങ്കിൽ അത് 25 mm ആയിട്ട് അസ്യൂം ചെയ്തോളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എഴുതിയാൽ മതി അസ്യൂം ക്ലിയർ കവർ ആസ് 25 mm ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ. അപ്പോൾ ലെങ്ത്തിന്റെ വാല്യൂ എത്ര ആയിരുന്നു കിട്ടിയ എല്ലാവർക്കും? 1.43 അല്ലേ? 1.475 ഒക്കെ എങ്ങനെ വന്നേ? 1.43 ആണ് ആൻസർ. 1.43. സോ നമുക്കപ്പോ എ ടൈപ്പ് ബാറിന്റെയും സി ടൈപ്പ് ബാർ എങ്ങനെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇങ്ങനല്ലേ സി ടൈപ്പ് ബാർ കൊടുത്തിരുന്നത്? എ ടൈപ്പ് ബാറിന്റെയും സി ടൈപ്പ് ബാറിന്റെയും ലെങ്ത് കിട്ടി. എത്രയാ? 1.43. എ ടൈപ്പ് ബാറും സി ടൈപ്പ് ബാറും ലെങ്ത് 1.43. ഇനി ബെന്റ് അപ്പ് ബാറിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. ബെന്റ് അപ്പ് ബാർ. സോ നമുക്ക് നോക്കാം ബെന്റ് അപ്പ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഈ ബെൻഡിന്റെ ആംഗിൾ എത്രയാണെന്ന് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? 45. 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് ക്വസ്റ്റിനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് ഇക്വേഷൻ എടുക്കണം? 45 ഡിഗ്രിയുടെ ഇക്വേഷൻ എടുക്കണം. ആ ഇക്വേഷൻ എത്രയാണെന്നറിയാമോ? ആരെങ്കിലും നോട്ട് ചെയ്തവരുണ്ടോ? നോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. L plus 2 into 0.42D. L plus 2 into 0.42 into D. അതിനകത്ത് D എന്ന് വെച്ചാൽ എന്തായിരുന്നു? Depth from the upper part to lower. ഇതാണ് ഡെപ്ത്. ഈ ഡെപ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ആ ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ആർക്കും അറിയില്ലേ? ഡി കാൽക്കുലേറ്റ് ഫിഗറിനകത്ത് നോക്കിക്കേ. ഫിഗറിനകത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തരുന്നുണ്ടോ? ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഫിഗർ കണ്ടല്ലോ. ഫിഗറിനകത്ത് നിന്ന് എങ്ങനെ പറയും? ക്വസ്റ്റിനകത്ത് കൊടുത്തേക്കുന്നുണ്ടോ? ക്വസ്റ്റിന്റെ ലാസ്റ്റ് ലൈൻ അസ്യൂം കവർ 25 mm എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ എല്ലായിടത്തെയും കവർ 25 mm ആണ്. എല്ലാ പോർഷനിലെയും കവർ 25 mm. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഡെപ്ത് എത്ര ക്വസ്റ്റിനിൽ കൊടുത്തിരുന്നേ? ക്രോസ് സെക്ഷൻ ഫിഗറിനകത്ത് ഡെപ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 15. ഡെപ്ത് 15 എന്ന് ക്വസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ആ 15 നിന്ന് എന്ത് റെഡ്യൂസ് ചെയ്യുക? രണ്ട് കവറും റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കവർ ഡിസ്റ്റൻസ് എത്രയാണ്? 25 mm ആണ്.
ഇവിടുത്തെ കവർ 25 mm. So D is equal to എന്ത് വരും 15. ഈ 15 എന്ന് വെച്ച യൂണിറ്റ് എന്തായിരുന്നു? ഡെപ്ത് 15 സെന്റിമീറ്റർ ആയിരുന്നു. സെന്റിമീറ്റർ. അപ്പോൾ 15 സെന്റിമീറ്റർ മൈനസ് 25 മില്ലിമീറ്റർ ആയിരുന്നു. അപ്പൊ 25 മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 2.5 മൈനസ് 2.5. അപ്പൊ എത്ര വന്നു? 10 സെന്റിമീറ്റേഴ്സ് വന്നു. 10 സെന്റിമീറ്റേഴ്സ്. So depth is equal to 10 centimeters. നമുക്ക് തൽക്കാലം സെന്റിമീറ്ററിൽ എഴുതാം. എന്നിട്ട് അവസാനം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഗ്രി ആയിരുന്നു ബെൻഡ്. 45 ഡിഗ്രി ബെൻഡ് ആകുമ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? L plus 2 into 0.42 into D. അപ്പോൾ നമുക്ക് 0.42 into D ഒക്കെ കിട്ടി. ഡിയുടെ വാല്യൂ കിട്ടി. ഇനി എല്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? എല്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ടോട്ടൽ ലെങ്ത് എത്രയായിരുന്നു? ടോട്ടൽ ലെങ്ത് പറയാരെങ്കിലും. ടോട്ടൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 1.3 meters. ആ ടോട്ടൽ ലെങ്ത് എന്ത് ചെയ്യുക? ഈ രണ്ട് സൈഡിലെയും ക്ലിയർ കവർ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 1.3 മൈനസ് 2 into 25 mm അല്ലെ? 25 into 10 raised to minus 3. 10 raised to minus 3 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ എല്ലിന്റെ വാല്യൂ കിട്ടും. ഈ ആൻസർ എത്ര വരും എന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ ചെയ്തല്ലേ? $1.25. അപ്പോൾ എല്ലിന്റെ വാല്യൂ 1.25 എന്നല്ലേ പറഞ്ഞേ? 1.25 പ്ലസ് 2 into 0.42 into D. 0.42. ഇനി ഡി എന്തായിരുന്നു? സെന്റിമീറ്ററിലായിരുന്നു കിട്ടിയത്. 10 സെന്റിമീറ്റർ. ആ 10 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്തു? 10 raised to minus 2. അപ്പൊ ആൻസർ എന്ത് വരും? 1.25 പ്ലസ് 1.334. 1.334. ഇനി നോക്കിക്കേ, ഇതിനകത്ത് രണ്ട് ഹുക്ക് ഉണ്ടല്ലോ രണ്ട് സൈഡിലും. രണ്ട് സർക്കുലർ ഹുക്ക്. രണ്ട് സർക്കുലർ ഹൂക്ക് ഉള്ളപ്പോൾ എന്തും കൂടെ ആഡ് ചെയ്യണം? ആ രണ്ട് സർക്കുലർ ഹൂക്കിന്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ എന്ത് വരും? 2 into 9 into diameter. 2 into 9 into diameter. അത് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? സോ നമുക്ക് കിട്ടിയ ആൻസറിന്റെ കൂടെ എന്ത് ചെയ്യുക? 2 into 9 into diameter. ഡയമീറ്റർ 10 mm ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെന്ത് ചെയ്യുക? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. രണ്ട് ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. 2 into 9 into 1.514. അതെ, 1.514. എല്ലാവർക്കും മനസ്സിലായോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബെൻഡ് ക്രാങ്ക്ഡ് ബാറിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ക്ലിയർ ആണോ എല്ലാവർക്കും? സോ ഇനി നമുക്ക് ഒരു ബാറും കൂടെ ഉണ്ടായിരുന്നു. അത് ഏതായിരുന്നു? ഇനി ഉള്ള ഏതായിരുന്നു? സ്റ്റിറപ്സ്. സ്റ്റിറപ്സിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് ഞാൻ റബ്ബ് ചെയ്തോട്ടെ. സ്റ്റിറപ്സ് സോ ഇങ്ങനെയാണ് സ്റ്റിറപ്സ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റിറപ്സിനകത്ത് ഈ ഒരു എക്സ്ട്രാ ലെങ്ത് എന്ന് പറയുന്നത് 24 ടൈംസ് ഡയമീറ്റർ ആണ്. അത് അതേ കണക്ക് തന്നെ നമുക്ക് ആഡ് ചെയ്യണം. പിന്നെ വേണ്ട എന്താണ്? ഈ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ വാല്യൂ തന്നിരുന്ന ലിന്ററിന്റെ ക്രോസ് സെക്ഷൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ബ്രെഡ്ത്ത് 30ഉം ഡെപ്ത് 15ഉം ഇങ്ങനെയാണ് ക്രോസ് സെക്ഷൻ കൊടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് എന്തുള്ളത്? ഇങ്ങനെ ലിന്റലിന്റെ സ്റ്റിറപ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോ നമുക്ക് എന്തുണ്ട്? ഈ 4 പോർഷന്റെയും ലെങ്ത് എടുക്കുക, ഇൻ അഡീഷൻ പ്ലസ് 24D കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്? ഈ ഒരു ലെങ്ത് നമുക്ക് ഉള്ളത് ഇങ്ങനെയാണ്. അതിന്റെ ക്രോസ് സെക്ഷൻ ഈ ഫുൾ ലെങ്ത് എന്താ? 30 ആണ്. ഔട്ട്സൈഡ് ലെങ്ത് ആണ് 30. നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ക്ലിയർ കവർ 25 mm. അപ്പൊ ഈ രണ്ട് സൈഡിലും 25 mm. അപ്പൊ 30 മൈനസ് 30 എന്നുള്ളത് സെന്റിമീറ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 30 സെന്റിമീറ്റർ മൈനസ് 2 ടൈംസ് 25 mm ആയിരുന്നു. 25 mm മില്ലിമീറ്റർ ആക്കുമ്പോൾ എന്ത് വരും? 2.5 വരും. 2.5 millimeters. ഇനി സ്റ്റിറപ്സ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ നമ്മൾ അഡീഷൻ ഈ സ്റ്റിറപ്സിന്റെ ഡയമീറ്ററും നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 2 എൻഡ് വരുന്നതുകൊണ്ട് 2 ടൈംസ് ഇൻറ്റു 0.6 6 mm ആയിരുന്നു. 6 mm ആയിരുന്നു നമ്മുടെ സ്റ്റിറപ്സിന്റെ ഡയമീറ്റർ. ഇപ്പൊ ഇതെല്ലാം സെന്റിമീറ്റർ ആയതുകൊണ്ടാണ് 0.6 mm എന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ 30 ലെങ്ത് ഉള്ളത് മുകളിലും താഴെയും ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യും. പിന്നെ പ്ലസ് നമുക്ക് ഈ സൈഡ് നോക്കാം. ഈ സൈഡിലെ ടോട്ടൽ ലെങ്ത് 15 ആണ്. അപ്പോൾ പ്ലസ് 2 സൈഡിൽ 15 ഉള്ളത് കൊണ്ട് 2 ഇൻറ്റു 15 മൈനസ് എന്ത് ചെയ്യുന്നു? 2 സൈഡിലെയും ക്ലിയർ കവർ. 2 സൈഡിലെയും ക്ലിയർ കവർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2.5 2 ഇൻറ്റു 2.5 മൈനസ് 2 ഇൻറ്റു 0.6 2 ഇൻറ്റു 0.6. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് ഞാൻ ഒന്നുകൂടി പറയണോ? ഞാൻ ഒന്നും കൂടി പറയാം. ചിലർക്ക് അത് ക്ലിയർ ആവണമെന്നില്ല. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതായിരുന്നു ഇതിന്റെ ക്രോസ് സെക്ഷനകത്ത് ഇവിടെ 15 സെന്റിമീറ്റർ, ഇവിടെ 30 സെന്റിമീറ്റേഴ്സ്. ഇനി ഇതിനുള്ളിലാണ് എന്തുള്ളത്? സ്റ്റിറപ്സ് ഉള്ളത്. അപ്പൊ സ്റ്റിറപ്സിന്റെ ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ എക്സ്ട്രാ വരുന്ന ലെങ്ത് 24 ടൈംസ് ഡയമീറ്റർ ആണ്. 24 ടൈംസ് ഡയമീറ്റർ പ്ലസ് ഇനി നമുക്ക് ബോട്ടം ലെയറിന്റെയും ടോപ്പ് ലെയറിന്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ബോട്ടം ഡയമെൻഷൻ എന്താണ്? 30 ആണ്. 30 മൈനസ് ഈ 2 സൈഡിലെയും ക്ലിയർ കവർ റെഡ്യൂസ് ചെയ്യാണ്. അതാണ് 2 ഇൻറ്റു 2.5 25 mm മില്ലിമീറ്റർ ആക്കി. പിന്നെ അതിന്റെ കൂടെ മൈനസ്
2 into 0.6. 0.6 എന്ന് പറയുന്നത് 6 mm ഡയമീറ്റർ ആണ്. ആ ഡയമീറ്ററും 2 times റെഡ്യൂസ് ചെയ്യണം. പ്ലസ് ഇനി അടുത്തത് 15 സെന്റിമീറ്റർ സൈഡ് ആണ്. അപ്പോൾ 15 minus 2 into 2.5 2 into 2.5 minus 2 into 0.6. അപ്പോൾ 2 into 0.6 എന്നുള്ളത് നമ്മൾ എപ്പോഴും എടുക്കണം. ഡയമീറ്റർ 2 times റെഡ്യൂസ് ചെയ്യണം സ്റ്റിറപ്സിന്റെ ലെങ്ത് കിട്ടാനായിട്ട്. സോ അപ്പൊ ടോട്ടൽ ലെങ്ത് എത്ര വരും എന്ന് പറയാമോ? ഈ 24D ചെയ്യാം, 24D അവസാനം ചെയ്യാം. ഈ ബാക്കി ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും ആൻസർ? -30 minus 2 into 2.5 minus 2 into 0.6 plus 15 minus 2 into 2.5 minus 2 into 0.6. 65.2 എന്ന് പറയുമ്പോൾ അത് സെന്റിമീറ്റർ അല്ലേ? അതിനെ മീറ്റർ ആക്കുമ്പോൾ എന്ത് വരും? 0.652. 0.652 plus 24 times diameter എത്ര വരും? 24 times diameter. .652 ആണ് കിട്ടിയ ആൻസർ. 0.652 plus 24 times ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് വെച്ചാൽ 6 mm ആണ്. 6 mm എന്ത് ചെയ്യുക? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 10⁻⁻3. ആൻസർ പ്ലീസ്. കിട്ടിയില്ലേ ആർക്കും ആൻസർ? ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റിറപ്സ്. .796 meters. സോ ഇനി നമുക്കത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി ഇനിയുള്ള സ്റ്റെപ്സ് എല്ലാം എളുപ്പമാണ്. സോ നോക്കിക്കേ, അപ്പോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. എയുടേത് 1.43, സിയുടേത് 1.43, ബിയുടേത് 1.514, പിന്നെ സ്റ്റിറപ്സിന്റെ എന്താ കിട്ടിയത്? 0.796. ക്ലിയർ ആണല്ലോ ഇത്രയും വരെ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തത് വരെ? ലെങ്ത് ഓഫ് ബാർ. ഓക്കെ. ഇനി അടുത്ത കോളത്തിൽ വരുന്നതാണ് നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ബാർ. നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ബാർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യന് നോക്കാം. എ ബാർ 2 എണ്ണം ഉണ്ട്, ബി ബാർ 2 എണ്ണം ഉണ്ട്, സി ബാർ 2 എണ്ണം ആൻഡ് ഡി ബാർ 6 നമ്പേഴ്സ്. അപ്പോൾ അത് ഇങ്ങോട്ട് ഫില്ല് ചെയ്യാം. എ ബാർ 2 numbers, സി 2, ബി 2 ആൻഡ് ഡി 6. സോ ആ വാല്യൂസ് ഫില്ല് ചെയ്യാം. ഇനി ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ, ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് 1 bar into 2, 1.43 into 2 ആണ് 2.86. ഇവിടെ 1.43 into 2, 2.86, 1.514 into 2, 3.028. ടോട്ടൽ ലെങ്ത് പറയുമ്പോൾ ലെങ്ത് ഓഫ് ബാർ into നമ്പർ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ബാർ. അടുത്തത് വരുമ്പോൾ 6 into 0.796 into 6, 4.776. ഇനി അടുത്തത് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് വെച്ചാൽ 1 meter ലെങ്തിന്റെ വെയിറ്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, d² divided by 162. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്, d² divided by 162. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് 1 meter ലെങ്തിന്റെ വെയിറ്റ്. അപ്പോൾ 10 mm ആകുമ്പോൾ 0.617, 6 mm ആകുമ്പോൾ 0.222. ആ വാല്യൂ എഴുതുക വെയിറ്റ് എന്ന് പറയുമ്പോൾ. ഇനി ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ, ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ്. ടോട്ടൽ വെയിറ്റ്, ഈ വെയിറ്റ് എന്ന് വെച്ചാൽ എന്താ? 0.617 എന്ന് വെച്ചാൽ 1 meter ലെങ്തിന്റെ വെയിറ്റ് ആണ്. അപ്പൊ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് ഇൻറ്റു 0.617 is equal to 1.765. അപ്പൊ ഇവിടെയും 1.765. ബി വരുമ്പോൾ 3.028 into 0.617 is equal to 1.868.
ഇനി ഇവിടെ വരുമ്പോൾ 4.776 into 0.22 is equal to 1.050 ഇത്രയും വരും. ഇനി നമുക്ക് 2 ടൈപ്പ് ബാറേ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ടോട്ടൽ വെയിറ്റ് ഓഫ് 10 mm ബാർ. അപ്പൊ 10 mm ബാറിന്റെ ടോട്ടൽ വെയിറ്റ് എല്ലാം കൂടി ആഡ് ചെയ്തു. പിന്നെ 6 mm ബാർ ഒരെണ്ണേ ഉണ്ടായുള്ളൂ. അപ്പൊ 6 mm ബാറിന്റെ വെയിറ്റ് എടുത്ത് എഴുതി 1.05 kg. ഇനി നമുക്ക് ഈ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുമ്പോൾ റീഇൻഫോഴ്സ്മെന്റിനകത്ത് കുറച്ച് സാധനങ്ങൾ വേസ്റ്റ് ആയി പോകാറുണ്ട്. അപ്പോൾ വേസ്റ്റേജും കൂടി നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വേസ്റ്റേജ് എത്രയാണ്? 5% വേസ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ക്വസ്റ്റിനകത്ത് ചിലപ്പോൾ 8 എന്നോ 10 എന്നോ തരുന്നുണ്ടെങ്കിൽ ആ വാല്യൂ എടുക്കുക. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് തരാത്തത് കൊണ്ട് 5% വേസ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ 5% വേസ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതാണ്ടേ 10 mm ബാർ എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്നാണ്. അപ്പോൾ 10 mm ബാർ എത്ര ക്വാണ്ടിറ്റി എടുക്കണമെന്ന് വെച്ചാൽ 5.398ന്റെ കൂടെ എന്ത് ചെയ്യുക? 5.398 പ്ലസ് 5.398 ഡിവൈഡഡ് ബൈ 100 into 5. 5% വേസ്റ്റേജും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 mm ബാർ എന്ന് പറയുമ്പോൾ വേസ്റ്റേജും കൂടി കൺസിഡർ ചെയ്തത് 5% എക്സ്ട്രാ വേസ്റ്റേജും കൂടി കൺസിഡർ ചെയ്തു. അപ്പൊ ആ വാല്യൂ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടോട്ടൽ വെയിറ്റ് എഴുതി 5.398. അപ്പോൾ 5.398ന്റെ 5% എന്ന് പറയുമ്പോൾ എന്ത് വരും? 5.398 into 5 divided by 100. കിട്ടുന്ന വാല്യൂ 0.2699 എന്നാണ്. 0.2699 plus 5.398 is equal to 5.667. ഇനി ടോട്ടൽ വെയിറ്റ് ഓഫ് 6 mm ബാർ 1.05 എന്നാണ് കിട്ടിയത്. 1.05ന്റെ 5% എന്ന് പറയുമ്പോൾ എന്ത് വരും? 1.05 into 5 divided by 100. സോ ആൻസർ എന്ന് പറഞ്ഞാൽ 0.525. അപ്പോൾ 0.525 plus 1.05 is equal to 1.1025. അപ്പോൾ വേസ്റ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എങ്കിൽ ഒരു 5% വേസ്റ്റേജും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ അത് ചില യൂണിവേഴ്സിറ്റി എക്സാംസിന് വേസ്റ്റേജ് ചോദിക്കാറുണ്ട്, ചിലതിനകത്ത് ചോദിക്കാറില്ല. ചോദിച്ചിട്ടില്ല എങ്കിൽ ഈ ടോട്ടൽ വെയിറ്റ് വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 25 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം സോൾവ് ചെയ്താൽ മതി. ഇപ്പം ബിൽഡിങ്ങിനേക്കാളും വളരെ എളുപ്പമാണ് നമുക്ക് ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. അപ്പൊ 2-3 തവണ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇതെല്ലാവരും നോട്ട്ബുക്കിൽ സോൾവ് ചെയ്ത് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരും ലീവ് ചെയ്ത് ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ. ഡൗട്ട്സ് ചോദിക്കാം. നമ്പർ 3 ആബ്സെന്റ് ആണോ? Number 3, number 8, number 15, number 21, number 32, number 60. So absentees number ഒന്ന് വായിക്കാം. Number 3, 8, 10, 16, 21, 32, 45, 51 and 64. So ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ചെയ്ത് ചോദിക്കാം. Others can leave. Thank you. Thank you, sir.